ഇത് രാഹുൽ, കോടീശ്വരനായ അച്ഛന്റെ ഏക മകൻ, കോളേജിലെ ഹാർട്ട് ത്രോപ്പ്, ബോഡി ബിൽഡർ, റോക്ക് സിംഗർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, പ്ലേ ബോയ്, വിശേഷണങ്ങൾ അങ്ങനെ കുറെയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ കാശുകാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന കോളേജിൽ രാഹുലിനെ പോലുള്ള പണക്കാരായ കുട്ടികൾ മാത്രമാണ് ഈ അടുത്ത കാലത്ത് വരെ അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടേക്ക് അവൻ വന്നതോടെ കഥ മുഴുവൻ മാറി. സർക്കാർ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ വർഷം മുതലാണ് സ്കോളർഷിപ്പ് വഴി കോളേജിലേക്ക് പുറത്തു നിന്നുള്ള കുട്ടികൾക്കും അഡ്മിഷൻ കൊടുത്തു തുടങ്ങിയത്. അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി കോളേജിലേക്ക് വന്ന പുറത്തു നിന്നുള്ള ആദ്യത്തെ വിദ്യാർത്ഥിയായിരുന്നു ശ്രാവൺ. അവന് പറയാനായിട്ട് സ്വന്തക്കാരോ ബന്ധുക്കളോ ആരും ഉണ്ടായിരുന്നില്ല. പാർട്ട് ടൈം ഡെലിവറി ജോലി ചെയ്ത് പഠിക്കാനുള്ള മാർഗം കണ്ടെത്തിയിരുന്ന ഒരു സാധാരണക്കാരൻ. ഈ കോളേജ് തനിക്കുള്ളതല്ല എന്ന് ആദ്യ ദിവസം തന്നെ അവൻ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ഇവനെ പോലെ ലോക്കല് നമ്മുടെ ഈ കോളേജിൽ പഠിക്കണമെന്ന് അവിടെ തീർന്ന നമ്മുടെ സകല വിലയും. ഇവന്റെ പിറകെ സ്കോളർഷിപ്പും വാങ്ങിച്ച് ഇവനെ പോലെ വേറെ എന്തെങ്കിലും ഇവിടെ കയറി നിറങ്ങുമെന്ന് എൻ്റെ പേടി. അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അവൻ ഈ കോളേജിന് അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പുറത്തറിഞ്ഞാൽ പിന്നെ ഒരാളും ഇവിടെ കയറി വരാനുള്ള ധൈര്യം കാണിക്കില്ല. അതിന്റെ വാക്ക്. നിന്നോട് ഞാൻ പലവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഈ പാട്ട വണ്ടി എന്റെ കാറിന് മുമ്പിൽ പാർക്കില്ലെന്ന്. മനസ്സിലാക്കുക. വിക്ടർ, ഇത് സ്റ്റുഡൻസ് പാർക്കിംഗ് ഏരിയ അല്ലേ? ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യാൻ പാടില്ല നിയമമൊന്നുമില്ലല്ലോ. ഡാടാടാ, നീ എന്നെ കുറെ നിയമം പഠിപ്പിക്കാൻ പറ്റാ. നിന്നെ പോലുള്ള സ്കോളർഷിപ്പ് ഇട്ട് പഠിക്കാൻ വരുന്ന ലോക്കൽ അസന്റികളുടെ പാട്ടൊക്കെയുള്ള സ്ഥലമല്ലത്. ഇനി മേല നിന്റെ ഈ പാട്ട വണ്ടി എന്റെ വണ്ടിയുടെ മുമ്പിൽ വച്ചാ കത്തിക്കും ഞാൻ. കാണാൻ എനിക്ക് കത്തിക്കോ പൂജിക്കോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. നാളെ മുതലുള്ള കാര്യമില്ല, നമുക്ക് നാളെ നോക്കാം. ശ്രാവൺ ബിസിയാണോ? Can I join you? എന്താ പഠിക്കാണോ? അതെ, കുറെ നേരമായിട്ട് ആ രാഹുൽ എന്റെ പുറകെയുണ്ട്. അവനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നേ. ബുദ്ധിമുട്ടാവില്ല, കുറച്ചേരം ഞാൻ ഇവിടെ ഇരുന്നോട്ടെ പ്ലീസ്. മേഘ, കോളേജിലെ ബ്യൂട്ടി ക്യൂൻ. അവളുടെ പിറകെ നടക്കാത്ത സീനിയേഴ്സോ ജൂനിയേഴ്സോ ഈ കോളേജിലില്ല. ശ്രാവൺ ഒന്നും ഒരു കാലത്തും മേഘയുമായുള്ള സൗഹൃദം പോലും ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ല. അങ്ങനെയുള്ള മേഘ തന്റെ അടുത്ത് വന്നിരിക്കാൻ തയ്യാറായത് തന്നെ ശ്രാവണിന് അത്ഭുതമായിരുന്നു. എന്താണ് മേഘ, എത്ര തവണ ഞാൻ വിളിച്ച് ഒരു മൈൻഡിലല്ല. ഇന്നലെ ഞാൻ പാർട്ടിക്ക് വിളിച്ച എല്ലാ ഗേൾസും ഉണ്ടായിരുന്നു, മേഘ മാത്രമേ വരാത്തേ ഉള്ളൂ. നീ കൈകാട്ടി വിളിക്കുന്നിടത്ത് ഓടിയിരുന്ന പെമ്പിളാരെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഈ മേഘ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. നിനക്കത് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമാണ്. മേഘ, നമുക്ക് കുറച്ചങ്ങ് മാറി സംസാരിക്കാം. നമ്മളീ പറഞ്ഞ ഈ ലോക്കൽ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ലോക്കലോ? അന്ന് നീ ഇതും കൂടെ കേട്ടോ. നീ ഇപ്പൊ പറഞ്ഞ ലോക്കലുണ്ടല്ലോ ശ്രാവൺ, എനിക്ക് അവനെ ഇഷ്ടം. ഐ ലവ് ഹിം. ഡു യു ഹാവ് എനി പ്രോബ്ലം? ശ്രാവണിന് ഒരു നിമിഷം തന്റെ ശ്വാസം തന്നെ നിന്നു പോകുന്നത് പോലെ തോന്നി. മേഘ പറഞ്ഞത് തന്നെയാണോ താൻ കേട്ടതെന്നായി അവന്റെ സംശയം. എന്നാൽ മേഘയുടെ പുഞ്ചിരി അതിനെല്ലാമുള്ള ഉത്തരം നൽകി. ശ്രാവണിന്റെ കൈകൾ പിടിച്ച് അവൾ മെല്ലെ നടന്നു. ശ്രാവൺ ഒരു യന്ത്ര മനുഷ്യനെ പോലെ കൂടെ നടന്നു. തനിക്ക് പുതിയൊരു പ്രതീക്ഷ നിറഞ്ഞ ലോകം തന്നെ ലഭിച്ചു എന്നാണ് ശ്രാവൺ കരുതിയത്. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. എവിടെ തുടങ്ങിയോ അവിടെ തന്നെ ശ്രാവൺ മടങ്ങിയെത്തി. എന്താണ് ശ്രാവണന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അവന്റെ ജീവിതത്തിലെ ഒരേ ഒരു സന്തോഷം പോലും തട്ടിത്തെറിപ്പിച്ചത് ആരാണ്? ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും അവനെ തേടി വൈകാതെ എത്തുമെന്ന് അവൻ പോലും കരുതിയിരുന്നില്ല. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ശ്രാവണിനെ തള്ളിയിട്ടിട്ടും അവിടെയുള്ള മിക്കവരും അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനു മാത്രം എന്ത് തെറ്റാണ് ശ്രാവണൻ ചെയ്തത്? അതറിയാൻ തുടർന്ന് കാണുക. എടാ മോനെ, ഇത് സമൂഹത്തിൽ ഞങ്ങളെപ്പോലെ നിലയും വിലയുള്ളവരുടെ ക്യാമ്പസാ. പൊട്ടൽ ലോട്ടറിയുടെ പോലെ എവിടെ നിന്നോ വന്നത് നിനക്കൊരു അഡ്മിഷൻ കിട്ടുന്ന കരുതി ഈ ക്യാമ്പസ് ഒരു കാലത്തും നിന്നെപ്പോലുള്ള ലോക്കൽസിൻ്റെതാവുന്ന നീ വിചാരിക്കണ്ട. തങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന കുറ്റബോധം രേഷ്മയുടെയും അമൃതയുടെയും മുഖത്തുണ്ടായിരുന്നു. എടാ, നീ എന്തിങ്ങനെ? ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഒരു അക്ഷരം മിണ്ടാതെ അവിടെ ഇരിക്കും. നീ ഒന്നും പറയില്ല, ഞങ്ങളെ ഒന്നും പറയാൻ സമ്മതിക്കില്ല. വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? ഈ കോളേജിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ആകെ സംസാരിക്കാൻ നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്. അതിനെല്ലാവരും നിങ്ങൾ നന്നായിട്ട് വെറുപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരു പ്രശ്നത്തിനും പോകണ്ട, ഞാൻ അങ്ങ് സഹിച്ചോളാം. അല്ല, ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കാം. നിനക്ക് എന്താ പറ്റിയേ?
നീയും മേഘയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അമൃതയുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം ശ്രാവണിന് നൽകാൻ സാധിക്കുമായിരുന്നില്ല. കാരണം മേഘയ്ക്കും തനിക്കുമിടയിൽ നടന്നത് എന്താണെന്ന് മറ്റുള്ളവരറിഞ്ഞാൽ അത് തന്നെക്കാൾ മേഘയുടെ ജീവിതത്തിനാണ് ദോഷം ചെയ്യുക എന്ന് ശ്രാവണന് നന്നായി അറിയാമായിരുന്നു. താൻ കാരണം മേഘയ്ക്ക് ഒന്നും സംഭവിക്കരുതെന്ന് ശ്രാവണന് നിർബന്ധമുണ്ടായിരുന്നു. എന്താണ് ശ്രാവൺ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം? ശ്രാവൺ എന്തുകൊണ്ടാണ് തന്റെ പ്രിയ സുഹൃത്തായ അമൃതയോട് പോലും അത് തുറന്നു പറയാത്തത്? വേറൊന്നുമില്ല. ശരി. മേഘ, ഫോൺ വിളിച്ചാ എന്താ എടുക്കാത്തെ? ഒരു മിനിറ്റ്, ഒന്ന് വരുമോ? എത്ര പ്രാവശ്യം ഫോൺ വിളിച്ച് എന്തെടുക്കാത്തെ? പണ്ടൊരു ഫോൺ വാങ്ങിച്ചതിന്റെ ധൈര്യത്തിലാണോ നീ ഇപ്പൊ എന്നോട് ഈ പറയുന്നേ? ഹൗ ഡേ യു ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ്? ആ ദാ നീ വാങ്ങിച്ചതിന്റെ പൊട്ട ഫോൺ. എന്താ മേഘ ഇങ്ങനെ പെരുമാറുന്നേ? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങനെയാ. രാഹുൽ എനിക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ട നിന്റെ യൂള ഫോൺ. ഒന്ന് ഓണാക്കണേ തന്നെ 15 പ്രാവശ്യം ടച്ച് ചെയ്യണം, എന്നാലേ അത് ഓണാവുള്ളൂ. ഇപ്പോൾ രാഹുലാണല്ലേ പ്രശ്നം. ഇന്നലെ രാത്രി രാഹുലുമായിട്ട് റൂം ബുക്ക് ചെയ്തിരുന്നല്ലേ? ഞാൻ പറഞ്ഞല്ലേ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാന്ന്. രാത്രി ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടാണോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ബലൂൺ ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തോണ്ടായിരിക്കും. കറക്റ്റ് ഞാൻ തന്നെ ഡെലിവറി ചെയ്യാൻ വന്നു, അതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റി. ഇന്ന് രാത്രി നിനക്ക് മനസ്സിലായില്ലേ നീ കണ്ടാലും കേട്ടാലും എനിക്കൊരു പ്രശ്നമില്ലാന്ന്? ഇനിയെങ്കിലും നിനക്കൊന്ന് പൊക്കൂടെ എന്റെ ലൈഫിൽ നിന്ന്? ഒരു മിനിറ്റ്. എന്താ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ മാറാൻ പറ്റുമോ? ജീവിതത്തിലെ പ്രയോറിറ്റീസ് മാറുന്നതിനനുസരിച്ച് കാര്യങ്ങളും മാറും. അത് നിനക്ക് മനസ്സിലാവാത്തന്നെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? പ്രയോറിറ്റി മാറിയാണോ നീ ഇപ്പൊ രാഹുലിനെ സെലക്ട് ചെയ്ത? മുമ്പും പുറകണമെന്നപ്പോ നിനക്ക് അവനെ തീരെ മൈൻഡില്ലായിരുന്നല്ലോ. എടാ മണ്ട, നിനക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ലേ? ഞാൻ അവന്റെ മുന്നിൽ ഹാർട്ട് ടു ഗെറ്റ് കളിക്കായിരുന്നു. നിന്നെ പുറത്തിന്റെ പുറകെ നടക്കുമ്പോഴത്തേക്ക് അവന്റെ ഈഗോ ഹേർട്ടാവും. അതുകൊണ്ട് അവൻ എന്നെ മൈൻഡ് ചെയ്തേ. പിന്നെ അവന്റെ ലിസ്റ്റിലുള്ള പെമ്പിളാരവൻ ഈ മേഘയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ബിക്കോസ് മേഘ ഈസ് ഓൾവേസ് സ്പെഷ്യൽ. അപ്പൊ ശരി, എനിക്ക് രാഹുലിന്റെ ഒരു ലഞ്ച് ഡേറ്റ് ഉണ്ട്, കാണാം. ബൈ. ഓ, അപ്പം അതായിരുന്നു കാരണം. ഇതിങ്ങനെയൊക്കെ അവസാനിക്കുള്ളത് എനിക്ക് അറിയാമായിരുന്നു. ഷി വാസ് യൂസിങ് യു. ഷി ഈസ് ജസ്റ്റ് എ ഗോൾഡ് ഡിഗർ. നീ അത് വിട്ടേക്ക്. എനിക്ക് അവളെ അങ്ങനെ വിട്ടുകളാൻ പറ്റില്ല രേഷ്മ. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.